ആകെ തയ്യൽ അറിയാവുന്ന ഒരുത്തന് അവൻ വന്ന് കയറിയ സമയം കണ്ടോ? ഇഷ്ടമായില്ലേ? എന്നാ ഞാനങ്ങ് പോയേക്കാം കേട്ടോ. അവന്റെ ഒരു കാര്യം, ഒരു തമാശ പറഞ്ഞാലും മനസ്സിലാക്കുകയില്ല. നീ അങ്ങോട്ട് ഇരുന്നേ. നിനക്ക് ചായ വേണോടാ? ദാമോണ്ടോ? 3 ചായ. ഒരു വടയൂടെ വേണേ. വടയല്ല മാമ, എനിക്കില്ലേ. നീ ആദ്യം പോയാ ബട്ടൺസ് കഴിക്കും, എന്നിട്ട് തരാം. ബട്ടൺസ് കഴിക്കാൻ തുളയില്ല മാമ. തുളയില്ലേ പോയി തുളയിട. തുളയിടാൻ അറിയത്തില്ല മാമ. തുളയിടാൻ അറിയത്തില്ലോ? നിനക്ക് അപ്പുറത്തെ വീടിന്റെ കുണമുറിക്ക് തുളയിടാൻ അറിയാമായിരുന്നു. അവനിപ്പൊ തുളയിടാൻ അറിയത്തില്ല. പോയവിടെ ചേട്ടു. ആ വാ 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 വാ. ഇന്നലെ പാൻറ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കണ്ടില്ലല്ലേ? അതാണ് ഇത്. അടിപൊളി അടിപൊളി. പിന്നെ ഇനി എന്തെങ്കിലും തയ്ക്കാണ്ടെങ്കിൽ ഇനി കൊണ്ടുവരണം കേട്ടോ. മടിച്ചൊന്നും നിന്നേക്കരുത്, ഇങ്ങോട്ട് വരണം. പിന്നെ കൊണ്ടുവരാം. അണ്ണാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നീ ചോദിക്കട. അല്ല, ഒരു മനുഷ്യന് എത്ര കാലുണ്ടണ്ണ? അടി. ഒരു മനുഷ്യന് 2 കാലല്ല, പിന്നെ എത്ര ആണല്ലോ. പിന്നെ എന്തോത്തിനാണോ ഈ 3ാമത്തെ കാല്? എടാ, നിനക്ക് ഒരളവ് കിട്ടിയാ മര്യാദക്ക് തയ്ക്കാൻ അറിയത്തില്ല. ഒരു പാന്റിനെ തയ്ക്കാൻ തുണി തന്നു കഴിയുമ്പോ അതിന് അളവിൽ കൂടുതൽ തുണി കണ്ടേ കീറി കളയരുത്. ഇതെന്തിന് 3ാമത്തെ കാല് നീ തയ്ച്ചു വെച്ചേക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യും. എന്നാ നീ തന്ന പൈസ ഇതുകൊണ്ടങ്ങ് പോക്കും. വെറുതെ മനുഷ്യരെ നാണം കെടുത്താനായിട്ട്. ഈ സാധനം തൂക്കിയിട്ടുണ്ട് ഞാൻ എങ്ങനെ പോകാനാണ്? ഒരു കാര്യം ചെയ്യും. ഈ കവർണങ്ങൾ ആരെങ്കിലും ചോദിച്ചാലേ പച്ചക്കറി വാങ്ങിക്കാൻ പോയതെന്ന് പറഞ്ഞാൽ അവനെല്ലാം പറഞ്ഞ പോലെ. ഇന്നലെ പാല് കുത്തിയിരുന്ന വെച്ചതാണല്ലോ. മിണ്ടില്ലേ? എടാ, തയ്ച്ചത് ഞാനാന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ അവൻ എന്നെ എടുത്ത് പനിക്കെടുക്കലായിരുന്നു. ആ, അപ്പൊ അവൻ എന്നെ ഇട്ട് തല്ലിയാലോ? അവൻ നിന്നെ എന്നാ ചെയ്യാന്? അവന്റെ കടിഞ്ഞാണ് എന്റെ കയ്യിലല്ലായിരുന്നു. സുഖേ, ചായ വേണ്ട, കൊണ്ടുപോവാ. ഉഴുന്നോടെ ചേർക്കടാ. അവന് കൊടു. അവനുള്ളത് കൊണ്ടാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. അല്ല, ഈ മനുഷ്യൻ ഇതുവരെ സൂചി കോർത്ത് കഴിഞ്ഞില്ല. എന്താ പറയാനാണ്? പണ്ടെന്റെ മുത്തച്ഛൻ കട തുടങ്ങിയപ്പം തയ്യൽ പഠിക്കാൻ വന്ന് കുത്തിയിരുന്നു. ഇതുവരെ സൂചി കോർക്കാൻ പോലും അയാൾ പഠിച്ചിട്ടില്ല. അമ്മാവോ, അമ്മാവാ, ഓ സൂചി ഇങ്ങനെ പിടി, എന്നാലേ നൂല് ഇതിനകത്തോട്ട് കേറും. അതുകൊണ്ടു നല്ല സൂപ്പർ വട കേട്ടോ. വടയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഞാനൊരു കാര്യം. അണ്ണന്റെ കടയിൽ ഒരു തമിഴൻ പണ്ട് നിൽപ്പുണ്ടായിരുന്നില്ല. അവനെന്തേ പറഞ്ഞു വിട്ടാ? ഒന്നും പറയണ്ടടാ. അവന്റെ കയ്യിൽ അപ്പടി ചൊറ് പിടിച്ച് ഇങ്ങനെ അവൻ ചായ കൊണ്ട് കൊടുക്കുമ്പോ ആളുകൾക്ക് ഒരുമാതിരി. അതുകൊണ്ട് ഞാനിപ്പോ അവനെ അകത്തെ പണിക്ക് നിർത്തിയേക്കുവാ. അകത്തിപ്പോ എന്നാ പണിയാ? അകത്തിപ്പോ ഉഴുന്നോടേക്ക് മാവ് കഴിച്ചോണ്ടിരിക്കുക. സൂപ്പർ വട. എന്താ ഞാൻ കുടുംബശ്രീയുടെ വാർഷികത്തിന് നിന്നാൽ ഒരു തുണി എനിക്ക് തന്നേച്ച് അതിന് നീളം കൂടുതലെന്ന്. നീ അവിടെ എവിടെയും പിടിച്ച് അളവെടുക്കുന്നുണ്ടല്ലോ. പിന്നെ നീ ഓരോ പണി കാണിച്ചു നോക്ക്. പെങ്ങളൊരു കാര്യം ചെയ്യും. അതിങ്ങിതാ, ഞാൻ നീളം കുറച്ച് തരാം. അതിങ്ങോട്ട് പോയി. എത്ര കുറയ്ക്കണം? എത്രയും കുറച്ച് ബാക്കിക്കൊരു കർച്ചീഫും തയ്ച്ചു. ഇത് നീളം കൂടുതൽ. ഒരു കാര്യം ചെയ്യും, നമുക്ക് കർച്ചീഫാക്കണ്ട, ഒരു ബ്ലൗസ് അങ്ങ് തയ്ച്ചേക്ക്. എന്നാ പിന്നെ അങ്ങനെ ഞാനേ പണി കഴിഞ്ഞിട്ട് വരുമ്പോ വാങ്ങിച്ചോളാം. തൊഴിലുറപ്പ് പദ്ധതിയുടെ പണിക്ക് പോവായിരിക്കും ഇല്ലയോ? അതെന്നാ? എന്തോ ഒരു ആത്മാർത്ഥത. ഓ, അതുകൊണ്ടല്ലെന്ന ഒരു ദിവസം പോയില്ലെങ്കിൽ ഇന്നത്തെ കുറ്റം എന്നെ പറ്റിയായിരിക്കും. നിനക്ക് കുടുംബശ്രീ വാർഷികത്തിന്റെ നോട്ടീസ് കിട്ടിയോടാ? ഇല്ലണ്ണ. എന്താ അണ്ണ? ഓ, ഒന്നുമില്ല. അതിനകത്ത് ചർച്ചയ്ക്ക് വെച്ചേക്കുന്ന വിഷയം നീ കണ്ടായിരുന്നു? ഇല്ലണ്ണ. സ്ത്രീകളുടെ വസ്ത്രത്തിലെ മാന്യത. ഓ, ഈ തുണിയിട്ട് മാന്യത പ്രസവിക്കാൻ. കഴിഞ്ഞ ദിവസം ഒരു ബൈക്കുകാരനെ എടുത്തോണ്ട് വന്നത് നീ കണ്ടായിരുന്നു? പാവം, കട്ടർ വെട്ടിച്ചോ. വീണത് തൊഴിലുറപ്പ് പദ്ധതിക്കാര് പിടിച്ചിട്ട കാനയില്ല. സുഖമുണ്ടോ? ആ, വാ മഴ വാ. പാല് തയ്ച്ചോണ്ണ. പിന്നെ നീ ഇന്റർവ്യൂവിന് പോകാൻ തന്നതല്ലയോ? ആണണ്ണ. കറുപ്പല്ലയോടാ? ആദ്യമായിട്ട് ഇത്ര സ്പീഡിൽ ഒരു പാൻറ് തയ്ക്കുന്നു. ഓർമ്മ ഉണ്ടായാ കൊള്ളാം. ഉണ്ടാകുവണ്ണ. അതെ, ബസ് വരാൻ സമയം കേട്ടോ. ഈ മുണ്ട് ഇവിടെ കിടക്കട്ടെ, ഞാനേ വരുന്ന വഴിക്ക് എടുത്തോളാം. ആയിക്കോട്ടെ. ഞാൻ പോട്ടെ അണ്ണ. അയ്യോ അണ്ണ, എന്റെ ഒരു കാല് കാണാനില്ല അണ്ണ. 2 കാലും കൂടെ ഒരെണ്ണത്തിനകത്ത് കുത്തി കയറ്റി വെച്ച് കാല് കാണാൻ. ഇതെന്നാ പാവാട? ഇത് തയ്ച്ചത് ഞാനാന്ന് ആരോടെങ്കിലും പറഞ്ഞു കൊന്നുകളയും.
നീ നടന്നു, ദേ വണ്ടി വരും, വിട്ടോ വിട്ടോ. അളവെടുക്കാനില്ലേ? ഡാ, ഈ ഷർട്ടിന്റെ അളവൊന്നും എടുക്കണ. എനിക്കൊന്നും വയ്യ. ഈ ബ്ലൗസ് നാളെ കൊടുക്കണ്ട. ഓ, ഇത് കളഞ്ഞിട്ട് വേറെ പരിപാടിക്ക് എന്നെ കിട്ടില്ല. ഞാൻ തന്ന തുണി എന്തി? ഞാൻ വേറെ ആരുടെ അടുത്തും കൊടുത്തോളാം. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 4-5 ദിവസമായി അവനോട് അളവെടുക്കാൻ കയറി ഇറങ്ങി നടക്കുന്നു. തയ്ക്കാൻ അറിയാവുന്ന ഒരുത്തിന് അളവെടുക്കാനും വയ്യ. ആ വർഗീസ് ചേട്ടന്റെ മോക്ക് ഒരു ചുരിദാർ തയ്ക്കാൻ അളവെടുക്കാൻ പറഞ്ഞിട്ട് അതിനും പറ്റിയിട്ടില്ല. അണ്ണാ, നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടോ? ആ ടേപ്പ് എന്തി? ഞാനിപ്പോ അങ്ങോട്ട് വരാം. നീ എവിടെ പോവാ? വർഗീസന്റെ മോളെ അളവെടുക്കണ്ടേ? ആണൊരുത്തൻ കുറെ നാളായി ഇവിടെ അളവെടുക്കാൻ കയറി ഇറങ്ങി നടക്കുന്നു. അവൻ അത് വയ്യായിരുന്നു. ഇപ്പൊ ഒരു പെണ്ണിന്റെ പേര് കേട്ടപ്പോ എഴുന്നേറ്റ് പോന്ന കണ്ട. അമ്മാവോ അമ്മാവോ, ഓ എങ്ങോട്ടാ? വർഗീസിന്റെ മോള് അളവെടുക്കട്ടെ. അമ്മാവോ, ഓ അടുത്ത ആഴ്ച അല്ലയോ എന്തുവാ? സഞ്ചയനം. ചാകാറായ കളവനും. സുരേഷ്, നീ രാവിലെ പണിക്ക് പോയിട്ട് തിരിച്ചു പോന്നു? ഒന്നും പറയണ്ട എന്റെ അണ്ണാ. ഞാൻ വീടിന്റെ ഗേറ്റ് കടന്നപ്പം മുട്ടനൊരു പട്ടി എന്റെ നേരെ. എന്നിട്ട് ഞാൻ എന്റെ വീതുണി എടുത്തൊരു വീശങ്ങ് വീശി. പട്ടി ചത്തു. അയ്യോ, എന്നിട്ട് വീട്ടുകാര് പറഞ്ഞു നീ ഇനി പണിയുണ്ടാന്ന്. അതെന്നാ പണിയാ? പട്ടി എത്തുന്ന പണിയുണ്ടോ? ഞാൻ പട്ടിക്കൂട് പണിയാൻ പോയതല്ലയോ. ഇവൻ എന്തായാലും പട്ടി കടിക്കത്തില്ല. അതെന്താണോ? പട്ടി കയറിയാൻ കുനിഞ്ഞ് കല്ലെടുക്കുമെന്ന് കരുതിക്കോളൂ. സാറിന്റെ യൂണിഫോം തയ്ച്ചു കഴിഞ്ഞു? സാറേ, അതേ യൂണിഫോമിൽ വെക്കാനുള്ള നക്ഷത്രം കിട്ടിയില്ല. അതാ ഞാൻ നാളെ തരാം. അങ്ങേരെ ഇങ്ങോട്ട് വരുത്തരുത്. വരുത്തിയാ നീ നക്ഷത്രം എണ്ണേണ്ടി വരും. തീർച്ചയായും നാളെ തരാം. 4-5 ദിവസമായി നാളെ നാളെ എന്ന് പറയുന്നു. നാളെ വന്നാലും നാളെ വരാൻ പറയും. 1/2 മണിക്കൂർ കഴിഞ്ഞ് SI ഈ വഴി വരും. തയ്ച്ച സാധനം കൊടുത്തില്ലെങ്കിലാ. ആ അമ്പടാ, എസ്ഐയുടെ പേര് പറഞ്ഞ ഇപ്പൊ ഉടനെ അങ്ങ് തയ്ക്കാൻ പോയില്ലേ? അറിയത്തില്ല മാമി. ഞാൻ ആശാനോട് ചോദിക്കട്ടെ. അണ്ണ, സീരിയൽ അഭിനയിക്കുന്ന എന്റെ മാമി ശ്രീകുട്ടി 1/2 മണിക്കൂർ കൊണ്ട് ഒരു ബ്ലൗസ് തയ്ച്ചു കൊടുക്കാമോ? ശ്രീകുട്ടി മാമി സീരിയൽ അണ്ണാ കണ്ടിട്ടില്ലേ? സൂപ്പർ ആണോ? ചായ വേണം? ഇത് ജ്യൂസ് വേണം? എന്നിട്ട് മാമി ഫോണിൽ ഹലോ. ഓ പിന്നെ അതിനെന്നാ തയ്ച്ചതാണ്? ഓ പിന്നെ നേരിട്ട് വരാമെന്ന്. ഓ ജംഗ്ഷനിൽ 3ാമത്തെ കട. ചായക്കടയുടെ ഓപ്പോസിറ്റ്. ഓ ഇനി വന്നോ? ബോർഡ് കാണാൻ വന്നു. ധൈര്യമായിട്ട് എനിക്ക് കയറി പോരെ. അണ്ണാ, ദേ സീരിയൽ അഭിനയിക്കുന്ന ശ്രീകുട്ടി മാമി. ഈശ്വരാ, അണ്ണാ എന്തു പറ്റി അണ്ണാ? ഒന്നുമില്ലടേ, നെഞ്ചിനകത്തൊരു വേദന. കുടിക്കാൻ എന്തെങ്കിലും വേണോ? നീ അവനെ 4ആയിട്ട് കയറി ജ്യൂസ് അടിച്ച ഞാൻ കുടിച്ചോ. പെണ്ണുമ്പളെ, നിങ്ങൾ ഏത് സീരിയൽ? കാറിന്റെ പുഷ്പത്തിൽ അറിയപ്പോ ഇവിടെ ബ്ലൗസ് ഉണ്ടാക്കിയതില്ല. ഇതാരാ ഈ സൂചി ഇവിടെ കൊണ്ടിട്ട്? സൂചി താഴെ വീണിട്ട് അയാളിരുന്ന് സൂചി കൊടുക്കുന്നുണ്ട. ചോളാണ്. നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചേ? ആ കളവനെ എന്തിനാ തള്ളിയിട്ടത്? എന്ത് നിനക്ക് പിടിച്ചില്ലേ? ഞങ്ങള് ജോലിക്കാരോട് മര്യാദക്ക് പെരുമാറിയില്ലെങ്കിലേ വിവരം അങ്ങ് അറിയും. നീ എന്തോ ചെയ്യും? ഞാനൊന്നും ചെയ്യില്ല. ഇനി ഒറ്റയ്ക്കിരുന്ന് തയ്ക്കേണ്ടി വരും. പോടാ പോ, നാളെ തന്നെ നീ ഇവിടെ തിരിച്ചു വരും. അണ്ണാ എന്തുവേടാ? ദേ ആ SI വരുന്നു. പണ്ടാരടങ്ങ അയാളെ ആരും ഇപ്പൊ ഇങ്ങോട്ട് കിട്ടിയെടുത്ത്. തുണി വെട്ടി പോലുമില്ല. ഇങ്ങ വാ, നിനക്ക് തുണി വെട്ടാൻ പഠിക്കണമെന്നില്ലേ പറഞ്ഞേ? ആന്നണ്ണ, നീ ഒരു കാര്യം ചെയ്യും, ഒരു കത്രിക എടുത്തോളൂ. ഞാൻ പറഞ്ഞുതരാം, നീ വെട്ടിക്കോണം കേട്ടോ. കത്രിക ഇല്ലണ്ണ, ഇറങ്ങിപ്പോയതിന്റെ കയ്യിൽ കാണും. ഓടിച്ച് നീ വാങ്ങിച്ചോടാ. ഹലോ, എന്തു വഴി? എടി, കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം 4ആയി. ഇതുവരെ ഒരു കോഴിക്കറി വെക്കാൻ നീ പഠിച്ചില്ലേ? നീ ആ കോഴി എടുത്ത് ഞാൻ പറഞ്ഞുതരാം. നീ ആ കത്തി മാറ്റി കത്രിക എടുക്ക്. അണ്ണാ, കത്രിക കിട്ടി. ഞാൻ പറഞ്ഞുതരാം. കൈ രണ്ടും പൊക്കി പിടിച്ച സാധനം മേശപ്പുറത്ത് പോയി. ഇനി നടുക്കൂന്ന് 2ആയിട്ട് കണ്ടിച്ചോ. ഇനി ഇടതുവശത്തിരിക്കുന്ന കഷ്ണം നീക്കി വെച്ചാ, എന്നിട്ട് ആ വലത്ത് വശത്തിരിക്കുന്ന പീസ് 12ആയിട്ട് കണ്ടിക്കും. 12 കിട്ടിയില്ലേ 10 ആയാലും മതി. ആക്കിയ ഇനി ഇച്ചിരി ഉള്ളിയും ഉപ്പും മസാലയും ചേർത്താ കറി വെച്ചോ. അണ്ണാ, എന്തുവാണ്
ദൈവമേ, നീ എന്തുവാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത്? അതാ ഞാനും ചോദിക്കുന്നു, തുണി തയ്ക്കാൻ എന്തിനാ ഉപ്പും മസാല? സാർ എന്നോട് ക്ഷമിക്കണം.